ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ നിശ്ചയ ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഒരുങ്ങുക. അപ്പോൾ നമ്മുടെ നിധിയൊക്കെ നല്ല സൂപ്പറായിട്ട് സാരിയൊക്കെ കൊടുത്ത് നല്ല മിടുക്കിയായിട്ട് ഒരുങ്ങിയൊക്കെ വരികയാണ്. അപ്പോൾ എവിടെ സുഭാഷ് ഏട്ടൻ എവിടെ എന്നൊക്കെ ചോദിക്കണത്. സുഭാഷ് അപ്പോൾ ഒരുങ്ങി വരുന്നു. എല്ലാവരും ഒരുങ്ങി വന്ന് സൂപ്പറായിട്ട് നിൽക്കുക. അപ്പോഴാണ് ദാ വരുന്നടാ നമ്മുടെ നീതുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കേ ഇവളെന്താ ഇവിടെ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. ചോദിച്ചപ്പോഴേക്കും ഞാനും വരുന്നു നിശ്ചയത്തിന്, അതിനെന്താ കുഴപ്പം? വേണ്ട വേണ്ട വേണ്ട, നീ നിശ്ചയത്തിനൊന്നും വരണ്ട, നീ പോകാൻ നോക്ക് നീതു. ഞാൻ പോകില്ല, ഞാൻ നിശ്ചയം കൂടാനാ വന്നത്, അതുകൊണ്ട് നിശ്ചയം കൂടിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഹരീഷേ, നീ മിണ്ടാതിരിക്കുക ഹരീഷേ എന്ന് പറയുകയാണ്. വേണ്ട നീതു, അത് വലിയ പ്രശ്നമാകും. നിന്നെ ആരും നിശ്ചയത്തിന് ക്ഷണിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ വന്നത്? ക്ഷണിച്ചില്ലെങ്കിലും എൻ്റെ വീട് പോലെ തന്നെയാണ് ഈ വീടും, അതുകൊണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. അപ്പോഴൊക്കെ നിധിയാണെങ്കിൽ വന്നോട്ടെ നീതു, ഹരീഷേ നീ ഇങ്ങനെ കിടന്ന് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവൾ വരണമെങ്കിൽ വന്നോട്ടെ, അതിനിപ്പം നമുക്ക് എന്താ കുഴപ്പം? അങ്ങനെ പറഞ്ഞു കൊടുക്കുക എൻ്റെ ഏട്ടത്തി സാരി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ ചുരിദാർ എങ്ങനെയുണ്ട് ഏട്ടത്തി? കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് നിധിയും പറയുകയാണ്. അതെ, നമുക്കിനി പുറപ്പെട്ടാൽ അതേ വണ്ടി വന്നല്ലോ എന്ന് പറയാം. അങ്ങനെ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ടാളും കൂടി ഉണ്ട് കയറാനായിട്ട് കേട്ടോ, അമ്മാവനും അമ്മായിയും. അപ്പം നമ്മുടെ അച്ഛന് തീരാങ്ങാട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അച്ഛനാണെങ്കിൽ ഇവരെയൊക്കെ വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചുമ്മാ വായെ തുളതുളാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു വെച്ചപ്പോഴേക്കും എൻ്റെ പൊന്നച്ഛ ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്, എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടേന്നേ. നമ്മളിപ്പോൾ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്, ആ സമയത്ത് അവരെവിടെയെങ്കിലും വണ്ടി കയറി ഇരുന്നോളും, അച്ഛനൊന്നും പറയാനായിട്ട് പോകണ്ട. ശരി, ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വണ്ടിയിലേക്ക് കയറി അങ്ങോട്ട് യാത്ര പോവുക. അന്നേരം ഇവിടെ നിർത്ത്, അമ്മായിയും അമ്മാവനും കയറാനുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കയറുക. അപ്പോൾ രണ്ടുപേരും ഒരു സീറ്റിലിരിക്കുകയാണ്. നമ്മുടെ സുനന്ദയാണെങ്കിൽ വേറൊരു സീറ്റിലും പോയിരിക്കുകയാണ്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭാസ്കരൻ അത്ര രസിച്ചിട്ടൊന്നുമില്ല. ഭാസ്കരന് കാര്യം വന്നിട്ടൊരു രക്ഷയില്ല. ഭാസ്കരൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആക്കി ഇങ്ങനെ പറയാൻ നേരത്ത് നമ്മുടെ അമ്മായി പറയാണ്, അതെ ഞങ്ങൾ വന്നതേ സുഭാഷ് വന്ന് വീട്ടിൽ വന്ന് കാല് പിടിച്ചത് കൊണ്ടാണ്, അല്ലാതെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇവൻ്റെയൊക്കെ നിശ്ചയത്തിന് വരാൻ വേണ്ടി ഞങ്ങൾ ആരുടെ ഔദാര്യത്തിൽ നിന്നല്ല, കാല് പിടിച്ച് കരഞ്ഞ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ അച്ഛന് പിന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ നിനക്കൊക്കെ വേറെ പണിയില്ലേടി എന്ന് പറഞ്ഞാൽ അവിടെ തോട്ടെങ്കിൽ പിന്നെ പ്രശ്നങ്ങൾ. അപ്പോഴേക്കും ഏട്ടാ ഒരു കാര്യം ചിന്തിക്കണേ, പോകുന്ന പോക്കണ്ടില്ലേ, കല്യാണം നടക്കാൻ പോകുന്നെന്നൊക്കെയാണ് പറയുന്നത്, ആർക്കറിയാം നടക്കോ ഇല്ലയെന്നൊക്കെ. പിന്നെ നിങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെന്തിനാ നിശ്ചയത്തിൻ്റെ അന്ന് മാത്രം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അതിന് പെണ്ണിൻ്റെ വീട്ടിൽ പോയില്ല, ഞങ്ങളിത് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത് കേട്ടോ ഏട്ടാ, പെണ്ണിൻ്റെ വീട്ടിൽ പോയില്ല അത്രേ. അത് കൊള്ളാം, അപ്പം പെണ്ണിൻ്റെ വീടൊന്നും കണ്ടിട്ടില്ല, ചുമ്മാ അവിടെ നിശ്ചയം നടക്കാൻ പോകണമെന്നും പറഞ്ഞ് പോവുകയാണല്ലേ, ആദ്യമായിട്ടാണത് കാണുന്നതല്ലേ. കൊള്ളാം, നല്ല ഏർപ്പാടാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ ഇത് കേട്ട സുനന്ദയാണെങ്കിൽ അമ്മ മിണ്ടാതിരുന്നോട്ടോ, ചുമ്മാ അനാവശ്യമായ കാര്യങ്ങളൊന്നും സംസാരിക്കാനായിട്ട് നിൽക്കരുത്, നീ പോടി, നീ മിണ്ടാതിരിക്കടി, നീ എന്തിനാ ഈ കാര്യത്തിൽ കയറി ഇടപെടുന്നത്? ഞാൻ ഇടപെടും, ഞാനേ കല്യാണം കഴിച്ച് കുടുംബം നടത്തുന്ന പെണ്ണാണ്, അപ്പോൾ എനിക്ക് ഇടപെടേണ്ട കാര്യമുണ്ട്, ഞാൻ ഇടപെടുക തന്നെ ചെയ്യും എന്ന് സുനന്ദ പറഞ്ഞപ്പോൾ രണ്ടൊരു വായടക്കി നിൽക്കുക. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ സുധീഷിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സുഭാഷേട്ടനോട് പറയുകയാണ്, സുഭാഷേട്ടൻ ഇങ്ങോട്ട് വന്നേ, ഈ സുനന്ദേ ഈ ധൈര്യം നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു യാത്ര പോകേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഒന്നും മിണ്ടായിരിക്കടാ ചുമ്മോരെന്ന്, അവൾ കേട്ടാലോ, ഇങ്ങനൊരു മനുഷ്യൻ, സുഭാഷേട്ടനെ കൊണ്ട് തോറ്റിട്ടോ. അങ്ങനെ അവർ യാത്ര ചെയ്ത് ആ പെണ്ണിൻ്റെ വീട്ടിൽ വന്നിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ഇറങ്ങിക്കോ, ഞങ്ങളേതായാലും ഇപ്പോൾ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് ഇറങ്ങാം. എല്ലാവരും ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അമ്മാവനും മാത്രം കാറിൽ ഇരിക്കുന്നുണ്ട്. ഏതായാലും പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് വിളിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ ഇവരെല്ലാവരും വന്ന് ആ പെണ്ണിൻ്റെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒച്ചവും ഇല്ല, അനക്കവും ഇല്ല, നിശ്ചയം നടക്കുന്ന ഒരു ലക്ഷണവും ഇല്ല, ഡോറെല്ലാം അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷൻ, ഇതെന്താ ഇങ്ങനെ. അപ്പോഴേക്കും സുധീഷ് ആണെങ്കിൽ നമ്മൾ ഇന്നലെ വന്നതുപോലെ തന്നെയല്ലേ. അപ്പോൾ സുഭാഷ് ഇന്നലെ വന്നോ?
നമ്മുടെ ഹരീഷ് ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുക ഏട്ടാ എന്ന് പറയണം. അയ്യോ അതല്ല, ഞങ്ങൾ ഇന്നലെ ഈ വഴി പോയായിരുന്നേ, അപ്പോൾ ഈ വീട് ഇതേപോലെ അടച്ചുപൂട്ടി കിടക്കുമായിരുന്നു, അതുകൊണ്ട് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ എന്ന് സുധീഷ് പറയുകയാണ്. പക്ഷേ എന്നാൽ ഇതെന്ത് പറ്റുന്നു, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ കാറിൻ്റെ ഉള്ളിൽ ഇവർ അമ്മായി അമ്മാവനിരുന്നിട്ട് ഇതെന്താണ് ആരും വിളിക്കാൻ വരാത്തത് ഏട്ടാ, ഇതെന്താണ് വീടെല്ലാം പൂട്ടി വെച്ചിരിക്കുകയാണല്ലോ, ഇത് നിശ്ചയം നടക്കുന്നത് പോലെ തോന്നുന്നില്ലല്ലോ, നമുക്ക് ഏതായാലും ഒന്ന് ഇറങ്ങി നോക്കിയാലോ. വേണ്ട, ഇനിയിപ്പോൾ ഏതായാലും ഇപ്പം ഇറങ്ങി നോക്കണ്ട. അപ്പോൾ സുനിതയോട് പറയണം, നീ കാരണമാണ് വന്നത്, അതെ ഇവിടെ ഇരുന്നതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടോ, ഏതായാലും ഇവിടം വരെ വന്നോ, ഒന്ന് ഇറങ്ങിപ്പോയി നോക്കിയാൽ എന്താ കുഴപ്പം. അത് ശരിയാ, ഇനി ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം, ഇറങ്ങിപ്പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മൂന്നുപേരും ഇറങ്ങുക. അങ്ങനെ ഇവർ മൂന്നുപേരും ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്ക് എന്താടാ, പെണ്ണിൻ്റെ വീട്ടുകാരും വിളിക്കാൻ വേണ്ടി വന്നില്ലല്ലോ, ഇതെന്താ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നത്, ഇനിയൊന്നും നിശ്ചയമൊന്നും നടക്കൂലേ. ഇയാളൊക്കെ ഉണ്ട് എന്ന് സുധീഷും പറയണം. അത് പിന്നെ നടക്കും, ചിലപ്പോൾ വീടിനകത്തായിരിക്കും ആൾക്കാർ. അല്ല ഇനി വെള്ളിയാഴ്ച വല്ലതും മാറിപ്പോയോ, അല്ല നിങ്ങൾ ശരിക്കും നിശ്ചയം നടത്താൻ വേണ്ടി തന്നെയാണോ വന്നത്, വീട്ടുകാരുമില്ല, അവരുടെ പൊടി പോലും ഇല്ല. അപ്പോൾ കോളിംഗ് ബെല്ല് എടുക്കുക സുധീഷ്. കോളിംഗ് ബെല്ല് അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഡോറ് വന്ന് ഈ പെണ്ണിൻ്റെ അച്ഛൻ തുറക്കുക. അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിൻ്റെ അച്ഛൻ ഞെട്ടിപ്പോയി, ആകെ ചമ്മി നിറഞ്ഞ അവസ്ഥയിലായി പോയിരിക്കുകയാണ്. അല്ല എന്തു പറ്റി, അല്ല നിശ്ചയം നടക്കുന്ന ഒരു ഇതും കാണുന്നില്ലല്ലോ, നിങ്ങൾ എന്താ ഇവിടെ ഒരുക്കങ്ങളൊന്നും ചെയ്യാതിരുന്നത്. അപ്പോഴേക്കും ഭാര്യ ഇറങ്ങി വരികയാണ്. എന്താ ഏട്ടാ, അല്ല ദേ ഇവരൊക്കെ വന്നിരിക്കുന്നു. നിങ്ങളൊക്കെ ഏതായാലും വന്നല്ലേ, ശരി, ഏതായാലും വന്ന സ്ഥിതിക്ക് അകത്തേക്ക് കയറി വാ, അവിടെ ഇരുന്ന് സംസാരിക്കാം, ഏതായാലും വന്നതല്ലേ എന്നും പറയുകയാണ്. അത് ശരിയാ, ഏതായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരകത്തേക്ക് കയറി പോവുക. അതേ കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും പെണ്ണും ഇറങ്ങി വരികയാണ്. അപ്പോൾ പെണ്ണും ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഇത് കണ്ടുകഴിഞ്ഞാൽ ഇവരെ ഒന്നും കൂടെ ഞെട്ടുകയാണ്. അല്ല ഇതെന്ത് പറ്റി, അല്ല നിശ്ചയത്തിൻ്റെ ഒരു ഒരുക്കങ്ങളും വീടിനും ഇല്ല, പെണ്ണും ഒരുങ്ങിയിട്ടില്ലേ, എന്ന് നിശ്ചയം നടക്കാനുള്ളതല്ലേ, പിന്നെ എന്താ ഞങ്ങൾ നിശ്ചയത്തിന് വേണ്ടി വന്നല്ലേ, നിങ്ങളല്ലേ ഈ ഡേറ്റിൽ വരാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ വന്നു, പിന്നെ എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ അച്ഛൻ പറയുകയാണ്, അയ്യോ അപ്പോൾ ബ്രോക്കർ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ. ബ്രോക്കർ ഞങ്ങളോട് എന്ത് പറയാൻ, അല്ല ഈ നിശ്ചയം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചല്ലോ, ഈ ബന്ധം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചല്ലോ എന്നും ബ്രോക്കറോട് ഞങ്ങൾ പറഞ്ഞതാ. വേണ്ടെന്ന് വെച്ചെന്നോ, നിശ്ചയം വേണ്ടെന്ന് വെച്ചെന്നോ, അതും നിങ്ങൾ ബ്രോക്കറോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് നാണം ഉണ്ടോ മനുഷ്യരെ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. സുഭാഷിന് ഒന്നും പറയാനായിട്ട് പറ്റില്ല. സുഭാഷ് ആകെ വിറങ്ങലിച്ച് നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ സുധീഷാണെങ്കിൽ ഇതെന്ത് പരിപാടി നിങ്ങൾ കാണിക്കുന്നത്, അങ്ങനെ നിശ്ചയം വേണ്ടെന്ന് വെക്കുമ്പോഴേക്കും ഞങ്ങളെ ഒന്ന് അറിയിക്കണമായിരുന്നു. നിങ്ങൾ ചെറുക്കൻ്റെ വീട്ടിൽ വന്ന് ആ പരിസരവും വീടുകളെല്ലാം കണ്ട് ഒരാഴ്ചക്കുള്ളിൽ നിശ്ചയം നടത്തണം, ആ നിശ്ചയത്തിന് വേണ്ടി നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് എല്ലാം ഉറപ്പിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും വേണ്ട എന്നോ, നിശ്ചയം നടക്കില്ല എന്ന് ബ്രോക്കറെ വിളിച്ച് പറഞ്ഞെന്നോ, എന്ത് കാരണം കൊണ്ട്. അപ്പോഴേക്ക് ഈ അമ്മാവൻ ചോദിക്കണം, അല്ല ഈ നിശ്ചയം മുടങ്ങാൻ ഒരു കാരണം വേണമല്ലോ, അതെന്താ കാരണമെന്ന്. അത് പിന്നെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, എൻ്റെ മോക്കടെ ഭർത്താവേ ഡിവോഴ്സ് ആകാനിരുന്നാണല്ലോ. അപ്പോൾ ഇത് കേട്ട അമ്മാവനെ ഡിവോഴ്സോ, ആരുടെ ഡിവോഴ്സ്, ഇവരുടെ മോളുടെ ഡിവോഴ്സ് തന്നെയാ. അത് ശരി, അപ്പോൾ ഡിവോഴ്സ് ആയ ഒരു പെണ്ണിനെ കെട്ടാനാണോ ഇവ നിശ്ചയിച്ചിരുന്നത്, ഇത് എവിടത്തെ നാട്ടുനടപ്പാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. എന്നിട്ട് നിശ്ചയം മുടങ്ങാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് അവർ വന്ന് വിളിച്ച് പറഞ്ഞു, ഡിവോഴ്സിന് സമ്മതമല്ല, ഇവരുടെ ഏത് ഡിമാൻഡ് വേണമെങ്കിലും ഞങ്ങൾ സ്വീകരിച്ചോളാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ഡിവോഴ്സ് നടത്തുന്നേക്കാൾ നല്ലത് അവരൊന്നിച്ച് ജീവിക്കട്ടെ എന്ന് ഞങ്ങളും കരുതി. നിങ്ങളത് പറഞ്ഞപ്പോൾ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞല്ലോ അല്ലേ, അപ്പോൾ ഒരു മര്യാദയുണ്ടല്ലോ ഞങ്ങൾ വിളിച്ചു പറയേണ്ട കാര്യം. അപ്പം നിധിയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാതിരിക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചറിയിക്കേണ്ട മര്യാദയില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ, അയ്യോ ക്ഷമിക്കണം, ഇങ്ങനെ എനിക്ക് ഈ ബന്ധത്തോട് തുടരാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വീട്ടുകാരെല്ലാവരും കൂടി നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനതിൽ വഴങ്ങിപ്പോയതാണ്, ക്ഷമിക്കണമെന്ന് പറയണം. നിങ്ങൾ ക്ഷമ ചോദിച്ചത് കൊണ്ട് എന്താണ് കാര്യം, നിങ്ങളെ ഞങ്ങൾ കാണാൻ വേണ്ടി വന്നല്ലേ, അപ്പം നമ്പർ അറിയാമായിരുന്നല്ലോ, ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ വേണ്ട സുഭാഷേട്ടൻ്റെ നമ്പർ ഉണ്ടല്ലോ, സുഭാഷേട്ടനെ വിളിച്ച് പറയേണ്ട ഒരു മര്യാദയുണ്ടല്ലോ നിങ്ങൾക്ക്.
അപ്പം നിധിയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണാം, എൻ്റെ നമ്പർ അറിയാലോ നിങ്ങൾക്ക്, എൻ്റെ നമ്പറിലേക്ക് കൂടി ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ, നാണം കെട്ട കുടുംബമായിട്ട് നിങ്ങൾ നടക്കുകയാണോ? ഇത് കേട്ട അമ്മായിയൊക്കെ അമ്മാവനും ദേഷ്യം വരികയാണ്. എടി ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, വാ പോകാം, എടി സുനന്ദേ വാടി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് വലിച്ച് അടിച്ചുകൊണ്ട് പോവുകയാണ്. പോയി ഇവരെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി എടുത്ത് എന്താടി ഇത്, നാണം കെട്ട് പോയില്ലേ നമ്മൾ, ആകെ ഒരു അവസ്ഥപ്പെട്ട് പോയില്ലേ, അപ്പോഴേ പറഞ്ഞാണ് ഇങ്ങോട്ട് വരേണ്ടത്. അപ്പം സുനന്ദയാണെങ്കിൽ നമ്മളെന്ത് നാണം കിട്ടുമെന്നാണ്, നമ്മൾ എവിടെ നാണം കിട്ടുമെന്ന്, നാണം കിട്ടൊരവസ്ഥയിൽ അവരല്ലേ അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. നീ ഒരക്ഷരം മിണ്ടിപ്പോകരുതിനെ, എനിക്കിതൊന്നും കേൾക്കണ്ട, വണ്ടി കയറി നമുക്കിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി കയറി പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഭാസ്കരനും കലി വരികയാണ്. എടോ തനിക്ക് ഉളുപ്പുണ്ടോടോ, എടോ വിളിച്ചു പറയണ്ടേടോ, ബ്രോക്കറെ വിളിച്ചു പറഞ്ഞു എന്നത്രേ. അപ്പോൾ ഞങ്ങൾ വെറും പൊട്ടന്മാർ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് തുള്ളി ചാടി നടന്ന പൊട്ടന്മാർ ഞങ്ങൾ അല്ലേടോ. അതെ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞാണല്ലോ, നിങ്ങളെ വിളിച്ച് പറയാൻ പറ്റിയില്ല, അത് സോറി എന്നൊക്കെ പറയുകയാണ്. നിങ്ങളിപ്പോൾ പോകാൻ നോക്ക്, വിളിച്ച് വരുത്തിയിട്ട് പോകാൻ പറയുന്നോടോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരനാണെങ്കിൽ ഇയാളെ കഴുത്തിന് കയറി കുത്തി പിടിക്കുകയാണ്. ഇയാളും വിട്ടു കൊടുക്കാനായിട്ട് തരില്ല. അപ്പോൾ എല്ലാവരും ആണെങ്കിൽ വേണ്ട അച്ചാച്ചാ അതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, നമുക്ക് ഇറങ്ങി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ആളാണെന്നാലും നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് ഇറങ്ങി പോവുക. അങ്ങനെ ഇറങ്ങി നേരെ വണ്ടിക്കകത്ത് കയറിയിരിക്കുകയാണ്. വണ്ടിക്കകത്ത് കയറി എല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. പക്ഷേ ഈ അമ്മാവനും അമ്മായിക്ക് മാത്രം ഒരു സങ്കടവും ഇല്ല. കണ്ടില്ലേ, എല്ലാം തകർന്ന് തരിപ്പണമായി. എന്നാലും നിനക്ക് നാട്ടിലെങ്ങും പെണ്ണ് കിട്ടാത്തത് കൊണ്ടാണോടാ ഒരു ഡിവോഴ്സായ പെണ്ണിനെ നീ തിരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ നീ മൂത്ത് നരച്ചത് കൊണ്ടാണോ സുഭാഷേ നീ ആ പെണ്ണിനെ തിരഞ്ഞെടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഭാഷിന് ഭയങ്കര സങ്കടം. അപ്പോൾ നികേഷാണെങ്കിൽ സുഭാഷേട്ടാ സാരില്ല സുഭാഷേട്ടാ, വിട് സുഭാഷേട്ടാ, നമുക്ക് വേറെ നല്ല ബന്ധങ്ങൾ കിട്ടും സുഭാഷേട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മായി പറയാണ്, സുഭാഷേ എന്നാലും ചോദിക്കട്ടെ, ഞാൻ നിനക്ക് ഇത്ര ബുദ്ധിമുട്ടായിരുന്നോടാ കല്യാണം കഴിക്കാതിരുന്നപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ടും സങ്കടം തോന്നിക്കണം അവർക്ക് എല്ലാവർക്കും. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.